ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അനുഭവങ്ങൾ അവർക്ക് സ്നേഹത്തിന്റെ പാഠം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല. ഈ നായയുടെ വാല് ഒരു പഴഞ്ചലുണ്ടല്ലോ, അതൊന്നും ഒരു കാലത്തും നിവരാൻ പോകുന്നില്ല. ശാരദാമ്മയ്ക്ക് അറിയാലോ, ഞാൻ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വച്ച എന്റെ വീട്ടിൽ കഴിയുമ്പോഴായിരുന്നു. അവിടുന്ന് ഞാൻ എന്നിറങ്ങിയോ അവിടെ എന്റെ സമാധാനവും സന്തോഷവും ഒക്കെ പോയി. വല്ലവരും വെച്ച വീട്ടിൽ വാടകയും കൊടുത്ത് കഴിയുമ്പോഴേ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എന്റെ വീട്ടിലേക്ക് എനിക്ക് തിരിച്ചു കയറണം. അത് ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല, എന്റെ ഭാര്യയുടെ ഒപ്പം എന്റെ മക്കളും കൂടെ വേണം. അത് മാത്രമല്ല, അവരുടെ കുടുംബം കൂടെ വേണം. ഇനിയിപ്പോ ജീവിച്ചാൽ തന്നെ എത്ര കാലമാണെന്ന് ഒരാൾക്കും പറയാൻ പറ്റത്തില്ല. പക്ഷെ ജീവിക്കുന്ന കാലത്തോളം സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടിയും ജീവിക്കണമെന്നേ ഒരാഗ്രഹമുണ്ട്. അതൊന്ന് പറയാൻ വേണ്ടിയാ ഞാൻ ഇത്രയും വരെ വന്നതേ. കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് രാഘവേട്ടാ. നല്ല തീരുമാനമാണെന്ന് ഞാൻ പറയൂ. എത്രയും പെട്ടെന്ന് ആ വീട്ടിലേക്ക് മാറുക തന്നെ വേണം. ആ അതെ. പിന്നെ മറ്റൊരു സന്തോഷം എന്താന്ന് വെച്ചാല്, ശാലിനി ഇപ്പൊ കൂടെ കൂട്ടണമെന്ന് മനസ്സുകൊണ്ട് ഭാമ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ശാലിനിയോടും ഞങ്ങളോടൊപ്പം വരാൻ വേണ്ടി ഒന്ന് പറയണം. അതെങ്ങനെ ശരിയാവും? അവരിപ്പോ ഒരു പുതിയ വാടക വീടെടുത്ത് താമസം തുടങ്ങിയിരിക്കല്ലേ. അവർക്കവിടെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് അറിയാൻ കഴിഞ്ഞത്. തൽക്കാലം അവരവിടെ തന്നെ താമസിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും താമസിക്കണം. ഇനിയിപ്പോ കൂട്ടിനാണെങ്കിൽ ചാമയും രോഹിത്തും പപ്പിമോളും ഒക്കെ ഉണ്ടല്ലോ. എല്ലാരും കൂടി താമസിച്ച ഇനിയും പഴയ പോലെ എന്തെങ്കിലും പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവുന്നേ. പിന്നെ അതിന്റെ പിന്നാലെ വഴക്കും വക്കാണും. ഇതാവും പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. ശ്യാമയാണെങ്കിൽ സത്യാമ്മയുടെ തഞ്ചത്തിനൊക്കെ നിൽക്കുകയും ചെയ്യും. സത്യാമ്മ ഇപ്പൊ പഴയ സത്യാമ്മയൊന്നുമല്ല, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ശാലിനി കുഞ്ഞ് തിരിച്ചു വരണമെന്ന് സത്യാമ്മ ഒരുപാട് ആഗ്രഹിക്കുന്നുമുണ്ട്. അതാഗ്രഹിക്കുമല്ലോ, കാരണം ശാലിനി ഇപ്പം അവര് ചിന്തിക്കുന്നതിന് മേലെയാണ്. ഒരു കളക്ടർ വീട്ടിലുണ്ടാവുന്നത് സത്യഭാമയുടെ പഴയ പ്രതാപം തിരിച്ചു കൊണ്ടുവരാനുള്ള ഏക മാർഗമായി അവർ കണ്ടിട്ടുണ്ടാവാം. അതിലവരെ തെറ്റ് പറയാൻ പറ്റില്ല. ശാലിനിയുടെ പൊസിഷൻ ഇപ്പൊ അതാ. അല്ല, അതിപ്പം ഭാമ. രാഘവേട്ടാ, ശാലിനിയുടെ തീരുമാനം എന്താന്ന് അറിയില്ലല്ലോ. രാഘവേട്ടൻ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ശാലിനിയോട് പറയാം. പിന്നെ നിർബന്ധിക്കാൻ നമുക്കാവില്ല. കുടുംബത്തിലേക്ക് എല്ലാ നന്മകളും വരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ എല്ലാരും കൂടെ സ്നേഹത്തോടെ ഒത്തൊരുമയോടെ ആ വീട്ടിൽ കഴിയുന്നൊരു മോഹവും അതും കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോ. നമുക്കൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കാനല്ലേ പറ്റൂ. നടപ്പാക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം കൂടിയേ തീരൂ. ഏതെങ്കിലും രീതിയിൽ എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം. ഭാമയുടെ ഭാഗത്തു നിന്ന് ഇനി യാതൊരു ബുദ്ധിമുട്ടും ശാലിനിക്കുണ്ടാവത്തില്ലെന്ന് ഞാൻ ഉറപ്പുവരാം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കത് വിശ്വാസമാവുന്നില്ലെങ്കിൽ, നിങ്ങളായിട്ട് സമ്മതിക്കുന്നുമില്ലെങ്കിൽ അത് ഞാൻ എന്റെ വിധിയായിട്ട് കരുതിക്കോളാം. എന്നാലും ഒന്നും പറയാറുന്നില്ലേ എന്നുള്ള ചോദ്യം ഉണ്ടാവൂലല്ലോ. ഇനിയിപ്പോ എല്ലാം വരുന്ന പോലെ വരട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തില്ല. സംസാരത്തിന്റെ ഇടയിൽ ഞാൻ അങ്ങ് വിട്ടുപോയി. ഒന്നും വേണ്ട. ഇങ്ങോട്ട് വരുന്ന വഴിക്കേ ഞങ്ങള് മോരും വെള്ളം വാങ്ങി കുടിച്ചതാ. ഇനി അത് ഞങ്ങൾക്ക് വീടെത്തുന്നവരെ ഈ ചൂടിൽ നിന്നൊരു ആശ്വാസം തന്നോളും.
ഗോപാലകൃഷ്ണന് ഭാമയുടെ സ്വഭാവ രീതികളോട് യോജിക്കാനാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അത് പഴയ ഭാമയെ മനസ്സിൽ കാണുന്നു തോന്നുന്നതാ. അതിൽ നിന്നൊക്കെ ഭാമ ഒരുപാട് മാറി. അല്ലെങ്കിൽ സർവേശ്വരൻ മാറ്റി അനുഭവങ്ങൾ കൊടുത്തോണ്ടേ. ഇപ്പോഴത്തെ ഭാമ ശാലിനെ സ്നേഹിക്കും, എനിക്ക് ഉറപ്പുണ്ട്. എന്നാ പാടോ. പോകാം സാറേ. എന്നാ ഇറങ്ങട്ടെ. ഓട്ടോ വല്ലതും വിളിക്കണോ? ഏയ് വേണ്ട, ഞങ്ങള് പയ്യെ അങ്ങ് നടക്കാം. അപ്പോഴത്തേക്കേ ആ കമലേ ആ ഓട്ടോയും കൊണ്ടുവരും. എന്നാ ശരി, പാടോ. ശരി. ഗോപാലട്ടാ, സത്യാമ്മയ്ക്ക് മാറ്റം വന്ന് കാണും. രാഘവട്ടൻ പറഞ്ഞത് ശരിയാ. അനുഭവങ്ങൾ അവർക്ക് സ്നേഹത്തിന്റെ പാഠം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല. ഈ നായയുടെ വാല് ഒരു പഴഞ്ചലുണ്ടല്ലോ, അതൊന്നും ഒരു കാലത്തും നിവരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നീ നോക്കിക്കോ, താമസിച്ച് 2ാം പക്കം അവിടെ അടി തുടങ്ങും, ഉറപ്പാ. ഛെ. ഹോ, ഒരാളെ നന്നാവാനും സമ്മതിക്കൂലേ ഈ മനുഷ്യൻ. ഇതെന്താടോ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ആവശ്യം എന്റേതായി പോയില്ലേ? കേറി ഇറങ്ങി നടന്നാലേ പ്രസാദിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതെ മറ്റു മാർഗമൊന്നുമില്ലല്ലോ. താനിരിക്കെ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഇരിക്കെ. തന്റെ വാക്കുകളുടെ നീരസം എനിക്ക് മനസ്സിലായി. പക്ഷേ കൃത്യമായ തെളിവുകളില്ലാതെ ഞാൻ എങ്ങനെയാടോ അവരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടുന്നത്? പരിചയമുള്ള പോലീസുകാരൻ 2 അടി കൂടുതൽ അടിക്കുമെന്ന് പറയുന്നത് ശരിയാണ്. നമ്മൾ തമ്മിലുള്ള സൗഹൃദം എനിക്ക് വലിയൊരു ബാധ്യതയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എടോ, എനിക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റണില്ല. കണ്ണടക്കുമ്പോ കാണുന്നതേ കൈപ്പത്തിയില്ലാത്ത എന്റെ കൊച്ചിന്റെ മുഖമാ. പറ, ഞാൻ എന്ത് ചെയ്യണം? എന്നെ തന്നെ ഒന്ന് സമാധാനപ്പെടുത്താൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? തന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. തന്നെ ആത്മാർത്ഥമായി സഹായിക്കണമെന്ന് എന്റെ മനസ്സ് പറയുന്നുമുണ്ട്. പക്ഷേ നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല തടസ്സം. എനിക്ക് തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാവുന്നില്ല എന്നതാണ് സത്യം. എനിക്കറിയേണ്ടത് ഒരേ ഒരു ഉത്തരമാണ്. ഞാൻ തന്നോട് പലവട്ടമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു, അത് തന്നെയാണ്. എന്റെ മകൻ നസീർ ജീവിച്ചിരിപ്പുണ്ടോ, അതോ അവര് കൊന്നോ?